നിന്റെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. പോവാനോ? എങ്ങോട്ട്? ഏട്ടൻ വരാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. എങ്ങോട്ടും അല്ല, എന്റെ വീട്ടിലേക്കാ പോകുന്നേ. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ ഭാര്യ എന്റെ വീട്ടിലല്ലേ ജീവിക്കേണ്ടേ? ശിവേട്ടന്റെ വീട്ടിലേക്കോ? ഇല്ല, ഞാൻ അങ്ങോട്ടേക്കില്ല. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോണം. ശിവേട്ടനിപ്പോ ചെയ്യുന്നത് ചതിയാ. എന്നോട് ഒരു വർഷത്തേക്കെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അന്ന് ആ സാഹചര്യത്തില് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ടിപ്പോ നിങ്ങളും എന്റെ ചേട്ടനൊക്കെ ചേർന്ന് വേറെന്തൊക്കെയാ പറയുന്നേ? ഇല്ല, ഞാനത് സമ്മതിക്കില്ല. അഞ്ജു, നീ വെറുതെ വാശി പിടിക്കാൻ നിക്കണ്ട. മിണ്ടാണ്ട് വരാൻ നോക്ക്. എന്ത് വേണമെന്ന് എനിക്കറിയാം. ഇല്ല, ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു. ഞാൻ വരില്ല. ഡീ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പൊ ഒരു കൈ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ. അധികം സംസാരിച്ചാൽ അതിന്റെ 2 കാലും ഞാൻ തല്ലി ഒടിക്കും. നിനക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഇതിപ്പോ അതും ഇല്ലല്ലോ. ഇനി എന്തെങ്കിലും പറഞ്ഞ അങ്ങേര് പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല. എന്തായാലും ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. വീടെത്തട്ടെ, എന്നിട്ട് വേണം എന്തു വേണമെന്ന് തീരുമാനിക്കാൻ. യാത്രയിലുടനീളം എന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കടുവയ്ക്ക് മുഖം കൊടുക്കാതെ ഞാൻ കണ്ണടച്ചിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഉറങ്ങിപ്പോയി. അഞ്ജു മോളെ. പരിചയമുള്ള ആ ശബ്ദം കേട്ടാ ഞാൻ കണ്ണു തുറന്നത്. അമ്മ, അമ്മേ, ഞാനിതെവിടെ? കാറിൽ നിന്നും പതിയിറങ്ങി ചുറ്റും നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വന്നത് എന്റെ വീട്ടിലേക്കാണെന്ന്. വെറുതെ ആവശ്യമില്ലാതെ ശിവേട്ടനായിട്ട് വഴക്കുണ്ടാക്കി. അഞ്ജു മോളെ, നിനക്ക് എങ്ങനെയുണ്ട്? അതും പറഞ്ഞ് അമ്മ ഒരേ കരച്ചു തുടങ്ങി. അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ വെറുതെ കരയാതെ. എന്റെ അമ്മക്കുട്ടി ഈ കരച്ചിലൊക്കെ നിർത്തിക്കേ. അമ്മേ, ഏട്ടനെവിടെ? ഏട്ടനെന്താ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒന്നും പറയാതെ ഇങ്ങോട്ടേക്ക് പോന്നേ? എന്നെ വിളിക്കാനും വന്നില്ല. അതിന് നീ ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നല്ലോ. അതും പറഞ്ഞ് ഏട്ടൻ പുറത്തേക്ക് വന്നു. ഏട്ടാ, ഏട്ടനുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ, എല്ലാത്തിനും ചേർത്ത് ഞാൻ തരുന്നുണ്ട്. വന്ന് കയറിയില്ല, രണ്ടും കൂടി തുടങ്ങി. അച്ചു, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? അഞ്ജു വാ, പുറത്തു നിന്ന് സംസാരിച്ചത് മതി, അകത്തേക്ക് കയറാൻ നോക്ക്. അച്ചു, ദാ അഞ്ജുവിന്റെ ബാഗ്, അതില് മരുന്നെല്ലാം വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ഒരാഴ്ച വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാ മതി. എന്നാ ശരിയടാ. മോനെ ശിവ, ഒന്ന് നിന്നേ. എനിക്ക് മോനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മോൻ അകത്തേക്ക് വാ. പോകാനൊരുങ്ങിയ ശിവേട്ടനെ അച്ഛൻ പിടിച്ചു നിർത്തി. അച്ഛൻ വിളിച്ചതുകൊണ്ട് ശിവേട്ടൻ അകത്തേക്ക് വന്നു. എന്തോ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിത്തൊട്ട് ശിവേട്ടനെ നോക്കുന്നത് പോലുമില്ല. ഒരു പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാവും. എന്താ മാഷേ? മോനെ, എന്നോട് അച്ചു എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോ ഞാനും ശിവേട്ടനും ഏട്ടനെ തുറപ്പിച്ചു നോക്കി. അത് ശിവ, ഞാനത് ഇപ്പോഴേ പറയണമെന്ന് കരുതിയതല്ല. പിന്നെ എന്നായാലും പറയണം, അതുകൊണ്ട് ഞാനെല്ലാം പറഞ്ഞു. മോനെ ശിവ, ഞങ്ങൾക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എന്തായാലും ഇങ്ങനൊന്നും നടക്കേണ്ടത് തന്നെയായിരുന്നു. അഞ്ജു അവൾ നിനക്കുള്ളത് തന്നെയായിരുന്നു. അത് ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ്. നിന്റെ അച്ഛൻ മരിച്ചപ്പോഴും ആ വാക്ക് ഞാൻ തെറ്റിച്ചില്ല. നിന്നോട് ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കേട്ടപ്പോ ഞങ്ങളുടെ മോളുടെ കഴുത്തിൽ നീ താലി കെട്ടുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. എന്തായാലും നടക്കാനുള്ളത് നടന്നു. അഞ്ചൊന്ന് ഓക്കെ ആവട്ടെ. എന്നിട്ടൊരു ദിവസം നീ അമ്മയെയും അനിയത്തെയും കൂട്ടിക്കൊണ്ടു വാ. ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അച്ഛൻ പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാവാതെ കീളിപ്പോയ അവസ്ഥയിലായിരുന്നു എന്റെ നിപ്പ്. മാഷേ, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ അഞ്ജുവിനെ കെട്ടി എന്നുള്ളത് നേരാ. ഇങ്ങനൊരു കല്യാണം നടക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. മാഷു പറഞ്ഞതുപോലെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അഞ്ജുവിനെ സ്വന്തമാക്കണമെന്നായിരുന്നു. പെട്ടെന്ന്
എൻ്റെ ആ അവസ്ഥയിലും വെറുതെ ആണെങ്കിൽ പോലും വേറൊരാളെ എൻ്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാ അന്ന് ഞാൻ അങ്ങനെ ചെയ്തത്. അഞ്ജുവിനോട് 1 വർഷമെന്നാ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഡിവോഴ്സ് തരാമെന്നും പറഞ്ഞു. അവള് അതും മനസ്സിലിട്ടാ നടക്കുന്നത്. ഞാനന്ന് താലി കെട്ടിയത് 1 വർഷം കഴിഞ്ഞ് ഒഴിവാക്കാനല്ല, അവളെ പതിയെ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് കരുതി. പക്ഷേ അവളുടെ മനസ്സിൽ ഞാൻ അവളെ പറഞ്ഞു ചതിച്ചവനാണ്, അവളുടെ ജീവിതം ഇല്ലാതാക്കിയവനാണ്. ഇന്ന് വെറുതെ ഞാൻ അവളുടെ മനസ്സറിയാൻ വീട്ടിലേക്കാന്ന് പറഞ്ഞപ്പോ അതുപോലും അംഗീകരിക്കാൻ അവൾ തയ്യാറായില്ല. അങ്ങനെയുള്ളപ്പോ ഇനി എന്റെ കൂടെ ജീവിക്കാൻ അവൾ സമ്മതിക്കുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? ശിവേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ എല്ലാവരുടെയും നോട്ടം എന്റെ നേർക്കായി. ശരിയാണ്, ഞാൻ പറഞ്ഞത് കുറച്ചു കൂടിപ്പോയെന്നറിയാം. പക്ഷെ അത് ശിവേട്ടനെ ഇത്രയും വേദനിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മോന്റെ ശിവ, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ഞാൻ പറയാം, നീ എന്റെ മോളുടെ കഴുത്തിൽ കെട്ടിയ താലി അതെന്നും അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ അവളെ തല്ലി പഴുപ്പിച്ചുകൊണ്ട് എന്താ മാഷെ ഗുണം? എന്നോട് ഒരു തരത്തിലും അവക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യം? ഞാൻ ഒരുപാട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും 1 വർഷം കഴിഞ്ഞ് അഞ്ജുന് ഡിവോഴ്സ് വേണം എന്നല്ലേ പറഞ്ഞു നിൽക്കുന്നേ? ഈ 1 വർഷത്തിനുള്ളിൽ അവക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഡിവോഴ്സ് നടക്കില്ല. മറിച്ച് അവളുടെ തീരുമാനം മാറ്റൊന്നുമില്ലെങ്കിൽ അവളുടെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറായിക്കൊള്ളാം. ശിവ, എടാ നീ എന്തൊക്കെയാ പറയുന്നേ? അവളുടെ തലയ്ക്ക് വട്ടാ, നീ അതിനോടൊപ്പം തുള്ളാൻ നിൽക്കല്ലേ? ഇല്ലച്ചു, ഇത് ഞാൻ ഉറപ്പിച്ച തീരുമാനമാണ്. പിന്നെ 1 വർഷം ഒരു കാരണവശാലും ഞാൻ അവളുടെ മുമ്പിൽ ചെല്ലില്ല. അത്രയും പറഞ്ഞ് എന്നെ നോക്കുക പോലും ചെയ്യാതെ ശിവേട്ടൻ ഇറങ്ങിപ്പോയി. അച്ഛനും ചേട്ടനും എനിക്ക് നേരെ തിരിഞ്ഞു. 2 പേരും കൂടി എന്തൊക്കെയോ പറഞ്ഞു, ഒപ്പം അമ്മയും. ഞാൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ശിവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അതിനുശേഷം ശിവേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു, ഇപ്പോ അതുമില്ല. എന്നെ കാണാതിരിക്കാനായിരിക്കും. ഏട്ടനെ കാണാറുണ്ട്, പക്ഷെ വീട്ടിലേക്ക് വരില്ലെന്ന് തീർത്തും പറഞ്ഞു. അഞ്ജു, നീ എന്താലോചിച്ചിരിക്കുക? ഭക്ഷണം കഴിക്കാൻ നോക്ക്. അന്നത്തിന്റെ മുന്നിലിരുന്ന അവളുടെ സ്വപ്നം കാണില്. മര്യാദയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക്. ആ, അമ്മ അറിഞ്ഞോ? ശിവൻ അമേരിക്കയിലേക്ക് പോവാ. ഏട്ടൻ പറഞ്ഞു കേട്ടപ്പോ എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അതെന്താ മോന് പെട്ടെന്ന് അങ്ങോട്ട് പോക്ക്? അവനവിടെ ജോലി ശരിയായിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും അവനൊരു MBA-കാരനല്ലേ. ഒരുപാട് നല്ല ഓഫർ വന്നിട്ടും എല്ലാം അവൻ വേണ്ടെന്ന് വെച്ചതാ. അതവന് വേണ്ടാത്തവർക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോ അവനായിട്ട് പോണെന്ന് തീരുമാനിച്ചു. അവൻ നാളെ പോവും. എനിക്ക് നാളെ അവനെ യാത്രയേക്കാൻ പോണം. എന്നെ നേരത്തെ വിളിക്കണം. അതും പറഞ്ഞ് ഏട്ടൻ എണീറ്റ് പോയി. ആ സംഭവത്തിന് ശേഷം ഏട്ടൻ എന്നോട് മിണ്ടാറേയില്ല. ഞാൻ കഴിക്കുന്നത് നിർത്തി എണീറ്റ് മുറിയിലേക്ക് പോന്നു. ഏട്ടൻ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടന്ന് പുകയാൻ തുടങ്ങി. അച്ചുവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നല്ല വിഷമമായി. ഞാൻ ശിവേട്ടനോട് അങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യമോ ഏട്ടനിപ്പോ എന്നോട് ഈ കാണിക്കുന്നേ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഇപ്പൊ ശിവേട്ടൻ അമേരിക്കയിലേക്ക് പോവാൻ തീരുമാനിച്ചത്. അതെല്ലാം കൂടിയുള്ള ദേഷ്യമാണ് അച്ചുവേട്ടൻ എന്നോടിപ്പോ ഈ കാണിക്കുന്നേ. ഏട്ടനോട് ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? ചിലപ്പോ അങ്ങോട്ട് ചെന്ന ദേഷ്യം കാണിക്കും. അത് സാരല്ല. ശിവേട്ടനെ ഇഷ്ടാന്ന് പറഞ്ഞതിന്റെ സത്യാവസ്ഥ എന്താ ഒന്ന് അറിയണം. ഞാൻ ഏട്ടനെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ മുറിയിൽ മുഴുവൻ നോക്കിയിട്ടും ഏട്ടനെ അവിടെ എങ്ങും കണ്ടില്ല. ഏട്ടന്റെ മുറിയോട് ചേർന്ന് ഒരു ചെറിയ ബാൽക്കണിയുണ്ട്. ഏട്ടൻ അവിടെ കാണുമെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഞാൻ തിരിച്ചു നടന്നപ്പോൾ തന്നെ താഴെ കുളക്കടവിലിരിക്കുന്ന ഏട്ടനെയാണ് കണ്ടത്. ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. ഏട്ടൻ ആരോട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് ചെന്നു. എന്നെ കണ്ടതും ഏട്ടൻ എണീറ്റ് പോവാൻ ഒരുങ്ങി. ഏട്ട പോവല്ലേ, എനിക്ക് ഏട്ടനോട് ഒന്ന് സംസാരിക്കാനുണ്ട്. അഞ്ജു,
നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. അച്ചുവേട്ട പ്ലീസ്, എനിക്ക് പറയാനുള്ള ഒന്ന് കേക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ എല്ലാരും ഇങ്ങനെ പെരുമാറുന്നേ? ഏട്ടന് എന്നെക്കാളും വലുത് ശിവേട്ടനാണോ? ശരിയാണ്, ഞാൻ ശിവേട്ടനോട് അങ്ങനെ സംസാരിച്ച തെറ്റാ. പക്ഷേ ആരും എന്താ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാത്തേ? ശിവേട്ടന് എന്നെ ഇഷ്ടമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് അന്ന് പറയുമ്പോഴാ ഞാൻ അറിയുന്നേ. ഏട്ടനും അതറിയാമായിരുന്നു. ആരും എന്നോടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടല്ലേ ഞാൻ ശിവേട്ടനോട് അങ്ങനെ പെരുമാറിയത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴാ അച്ഛന്റെ മനസ്സിലുള്ളത് ഞാൻ അറിഞ്ഞത്. ശിവേട്ടൻ 1 വർഷത്തിനുള്ളിൽ ഡിവോഴ്സ് തരാമെന്ന് അന്ന് എന്നോട് പറഞ്ഞപ്പോൾ പോലും ശിവേട്ടൻ പറഞ്ഞില്ല എന്നെ ഇഷ്ടമെന്ന്. എല്ലാവരും മനസ്സ് വെച്ച് നടന്ന് ഞാൻ എങ്ങനെയാ ഇതൊക്കെ അറിയുന്നേ? എനിക്ക് ശിവേട്ടനോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞ ആള് പെട്ടെന്നൊരു ദിവസം ഭർത്താവിന്റെ അധികാരം എടുക്കാൻ തുടങ്ങിയതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏട്ടനറിയായിരുന്നല്ലോ എല്ലാം. ഒരു പ്രാവശ്യമെങ്കിലും എന്നോടത് പറയായിരുന്നില്ലേ? ഏട്ടൻ പറയുന്നത് എന്തെങ്കിലും ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഏട്ടനെ എന്തെങ്കിലും കാര്യത്തില് ഞാൻ എതിർത്തിട്ടുണ്ടോ? എന്തും പറയാനുള്ള അവകാശം ഏട്ടനുണ്ട്. എന്നിട്ടും ഏട്ടനത് പറഞ്ഞില്ല. ഇപ്പോ എല്ലാരും എന്നെ എന്തിനെങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? അത്രയും പറഞ്ഞപ്പോഴേക്കും എന്റെ കണ്ണുകളെ എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. അഞ്ജു മോളെ, നീ കരയാതെ. ഏട്ടൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തില് മോളത് വിട്ടേക്ക്. അവൻ ഏട്ടന് ഒരു സുഹൃത്ത് എന്നതിലുപരി കൂടപ്പിറപ്പായ ഞാൻ അവനെ കാണണേ. അതുകൊണ്ട് നീ അവനെ വേദനിപ്പിച്ചപ്പോ ഞാൻ അങ്ങനെ. സാരമില്ല, എന്റെ കുട്ടിയത് വിട്ടേക്ക്. മോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, നിന്നെ ഒത്തിരി ഇഷ്ടമായി ഏട്ടന്. നിന്റെ ജീവിതം എന്നും ഭദ്രമായിട്ടിരിക്കണം. നിനക്കൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അവന്റെ കയ്യില് നീ എന്നും സുരക്ഷിതയായിരിക്കും. അത് ഈ ഏട്ടന് ഉറപ്പുള്ളത് കൊണ്ടാ അവൻ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അതിനെ ഞാൻ എതിർക്കാതിരുന്നത്. അഞ്ജു, നിനക്ക് ഓർമ്മയുണ്ടോ നീ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു വിനയൻ നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തത്? നീ ഓർക്കുന്നുണ്ടോ? ആ വിനയൻ ക്ലാസ് തുടങ്ങി പകുതിയായ സമയത്തായിരുന്നു അത്. ആദ്യമൊക്കെ നല്ല സുഹൃത്ത് എന്ന രീതിയിലായിരുന്നു അവന്റെ പെരുമാറ്റം. പിന്നെ ഇപ്പോഴോ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അവൻ ശല്യം കൂടിക്കൂടി വന്നു. ഒരിക്കൽ അവൻ വളരെ മോശമായിട്ട് പെരുമാറി. അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ അവനെ തല്ലി. കോളേജില് എല്ലാവരും ഇത് കണ്ടു. ആ ദേഷ്യത്തില് അവൻ എൻ്റെ കൈ പിടിച്ച് തിരിച്ചു. എനിക്ക് നല്ല പോലെ വേദനിച്ചു. എന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും കൂടി അവനെ പിടിച്ചു മാറ്റി. പിറ്റേ ദിവസം ഞാൻ കോളേജിലേക്ക് പേടിച്ചാ പോയത്. അവൻ എന്തെങ്കിലും ചെയ്താ? പക്ഷേ ചെന്നപ്പോ ഞാൻ അറിഞ്ഞത് അവൻ എന്തോ ആക്സിഡന്റ് പറ്റിയെന്നാ. പിന്നെ അവനെ ആ കോളേജ് കണ്ടിട്ടുമില്ല. പക്ഷെ അവന്റെ കാര്യം എങ്ങനെ ഏട്ടനറിഞ്ഞു? ഞാനത് ഏട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ. എല്ലാ കാര്യവും എന്നോട് പറഞ്ഞ നീ അതെന്നോട് പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്ന് കരുതിയാവും നീ അത് പറയാതിരുന്നത്. പിന്നെ നീ പറഞ്ഞതുപോലെ വിനയന് ആക്സിഡന്റ് ഉണ്ടായതല്ല, അതിന് പിന്നിൽ ശിവനാ. ശിവേട്ടനോ? ഏട്ടൻ എന്തേ പറയുന്നേ? അതുമായിട്ട് ശിവേട്ടൻ എന്താ ബന്ധം? അഞ്ജു, നീ ഇങ്ങനെ തൂക്കിക്കേറി വെടിവെക്കല്ലേ. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വിനയൻ നിന്റെ പുറകെ നടക്കുന്നത് ശിവൻ അറിയാമായിരുന്നു. അവൻ നിന്നോട് അങ്ങനെ ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. നിന്നോട് മോശമായി പെരുമാറി അവനെ കൊല്ലാതെ വിട്ടത് എന്തോ ഭാഗ്യം. ശിവൻ അവന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. ഇനിമേലെ നിന്നെ ശല്യം ചെയ്യരുതെന്നും അവന് താക്കീത് നൽകി. അതുകൊണ്ടാ അവൻ ഇവിടുന്ന് പോയത്. പക്ഷേ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു ശിവൻ നിന്നെ ഇഷ്ടമുള്ളത്. വിനയൻ ശിവനെ കൈകാര്യം ചെയ്ത കാര്യം ഹരി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവനോട് സംസാരിച്ചപ്പോഴാ അവൻ നിന്നെ ഇഷ്ടമുള്ളത് ഞാൻ അറിഞ്ഞത്. ശിവനെന്നും നിന്റെ പുറകില് ഒരു ബോഡി ഗാർഡിനെ പോലെ ഉണ്ടായിരുന്നു. വിനയന്റെ കാര്യം മാത്രമല്ല, നിന്നെ അതുപോലെ ശല്യം ചെയ്തവർക്കൊക്കെ ശിവന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എങ്ങാനും നിനക്കാരോടും തിരിച്ച് ഇഷ്ടം തോന്നിയാ പിന്നെ അവൻ എന്ത് ചെയ്യും? ആ കാര്യത്തില് അവൻ കുറച്ച് സ്വാർത്ഥനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ശിവന്റെ അച്ഛൻ നിന്നെ അവന് വേണ്ടി പറഞ്ഞു വെച്ചതാന്ന് അറിഞ്ഞത്. അത് നമ്മുടെ അച്ഛൻ തന്നെയാ പറഞ്ഞത്. ശിവൻ എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അന്ന്
ആദിയുടെ കല്യാണത്തിന് നീ അവന്റെ കൂടെ പോയത് ഓർക്കുന്നില്ലേ? അന്ന് അവൻ നിന്നോട് എല്ലാം പറയണമെന്ന് കരുതിയതാണ്. പക്ഷെ അവന് നിന്നോട് എങ്ങനെ പറയണമെന്നോർത്ത് അന്ന് പറഞ്ഞില്ല. പിന്നെ അവൻ പോലും പ്രതീക്ഷിക്കാതെയാണ് അവന്റെ അമ്മാവൻ അങ്ങനൊരു പണി കൊടുത്തത്. അതിൽ നിന്നും രക്ഷപ്പെടുകയും വേണം, അവൻ നിന്നെ സ്വന്തമാവുകയും വേണം. അതുകൊണ്ട് അവൻ അങ്ങനൊരു കല്യാണത്തിന് തയ്യാറായത്. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.